എനിക്ക് സ്വരാജ് ജയിക്കാനല്ല, എനിക്ക് നാടിൻ്റെ വികസനമാണ് എനിക്കറിയാം. സുഖത്തിനാണ് വോട്ട് ചെയ്യണത്. അത് മുൻകൂട്ടി തീരുമാനിച്ചു. ഇനിയിപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഇന്നലെ വോട്ട് ചെയ്തില്ല. സ്വരാജ് ഇവിടെ ഈസിയിൽ ഒരു 6000 വോട്ടിനായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല. വികസനം കൊണ്ടൊന്നും ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഇപ്പം എങ്ങനെയാലും സുഖത്തന്നെ ജയിക്കുള്ളൂ. സ്വരാജ് തന്നെ ഇവിടെ ജയിക്കും. സ്വരാജിനെക്കാളും നല്ല സൗഖ്യത്ത് തന്നെയാണ്. കട്ട മത്സരമായതുകൊണ്ട് രണ്ടുപേർക്കും ചാൻസാണ്. ടൈറ്റ് മത്സരമാവും. സ്വരാജ് ജയിക്കും. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ശക്തനായ സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു പാരമ്പര്യമുള്ള ആളാണ്. ന്യൂ ജനറേഷൻ്റെ മാനസികാവസ്ഥ അറിയാം. വിജയസാധ്യത ഷൗക്കത്തിനാണ്. എനിക്ക് സ്വരാജ് ജയിക്കാനല്ല, എനിക്ക് നാടിൻ്റെ വികസനമാണ് എനിക്കറിയേണ്ടത്. ഇവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂൾക്ക് പോകണ പ്രധാനപ്പെട്ട ഈ പോത്തുകല്ല് പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈസ്കൂളാണ്. ആ സ്കൂൾക്ക് പോണ റോഡ് നിങ്ങളൊന്ന് വരികയാണെങ്കിൽ അതൊന്ന് വീഡിയോ എടുത്ത് വിട്ടുതരി പറ്റുന്ന വെച്ചാൽ. കാരണം ആ സ്കൂളിൻ്റെ അവസ്ഥ, ആ സ്കൂൾ റോഡിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ ഒന്ന് മനസ്സിലാവും. അതിൻ്റെ ബാക്കിൽ ഒരു അരിച്ചാലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വെള്ളം പോകാൻ ആകെ 2 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് ഇട്ടെടുത്തിട്ടുള്ളത്. അവിടെ കൊതുക് പെറ്റ് വരുന്ന അതിനോൽക്ക് വിഷയമല്ല. ഇവിടെ ഒരു വീടിൻ്റെ പരിസരത്ത് ഒരു മുട്ടത്തോട് മലന്ന് കിടന്നുകൊണ്ട് അതിൽ കുറച്ച് കൊതുക് ഇതാകുമ്പോഴത്തേന് ഇവർ വന്നുകൊണ്ട് ഹെൽത്തും പഞ്ചായത്തും വന്നാണ് ഫൈൻ ഇടുന്നില്ലേ. ഇതെന്താ പോലെ പഞ്ചായത്തിൻ്റെ മൂക്കിൻ്റെ ചോട്ടിലാണ് ഇത് കിടക്കണേ. ഇതെന്താ പോലെ കാണുന്നില്ല. ഇവിടെ പിന്നെ ആരോ ജയിക്കാതിരിക്കുക അതല്ല എൻ്റെ വിഷയം. പ്രധാനപ്പെട്ട ഒരു സ്കൂളിൻ്റെ റോഡൊന്ന് വന്ന് കണ്ട് നിങ്ങൾ അതൊന്ന് വീടെടുത്ത് കണ്ടിട്ട് പേടി. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആര് ജയിച്ചാലും നമ്മൾ ഈ ഓട്ടം തന്നെ ഇങ്ങനെ ഓടണം. ആര് ജയിച്ചാലും ഇതൊക്കെ തന്നെ നമുക്ക് അവസ്ഥ. അങ്ങനെ പ്രതീക്ഷ എല്ലാവരും ഇല്ലേ, എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടാവില്ലേ. ഇത് തന്നെ അവസ്ഥ. ആര് ജയിച്ചാലും നന്നായാൽ മതി, നാട് നന്നാക്കിയാൽ മതി. ഇലക്ഷൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ട് ആരാ കിട്ടുക അവർ ജയിക്കും. ഒന്നും പറയാൻ പറ്റില്ല. വികസനം കൊണ്ടൊന്നും ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലല്ലോ. വികസനം എന്ന് പറയാൻ എന്താണ്? നിലമ്പൂരിൻ്റെ കാര്യപ്പെട്ട വിഷയങ്ങളിലൊന്നും ആരും MLA ഇടപെട്ടിട്ടില്ല, സർക്കാരും ഇടപെട്ടിട്ടില്ല. നിലമ്പൂർ ബൈപ്പാസ്, എടക്കര ബൈപ്പാസ്, ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്, എടക്കര പോലീസ് സ്റ്റേഷൻ കെട്ടിടം, നിലമ്പൂർ ഗവൺമെൻറ് കോളേജ്, ഇതിനൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ എന്ത് വികസനമാണ് നിലമ്പൂർ മണ്ഡലത്തെ പറ്റി പറയാനുള്ളത്? സാധ്യത സുഖത്തിനായിരിക്കും. വികസനം ചൂണ്ടിക്കാണിച്ച് വോട്ട് ചോദിക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ മുൻ MLAക്കോ ഒന്നും ഒരു സാധ്യതയും കാണുന്നില്ല. നാട്ടുകാരനായതുകൊണ്ട് മാത്രം കാര്യമില്ല, നാടുമായിട്ടൊരു ബന്ധവും കൂടി വേണം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഭരണത്തിൻ്റെ മെച്ചന്മാരുണ്ടാവും. ആ രണ്ടു കൂട്ടരും വിജയം. ഭരണം മെച്ചമുണ്ടോ CPM വയ്ക്കും, ഇല്ല എങ്കിൽ സുഖത്ത് വയ്ക്കും. നമ്മൾ സുഖത്തിനാണ് വോട്ട് ചെയ്യണത്. അത് മുൻകൂട്ടി തീരുമാനിച്ചു. ഇനിയിപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഇന്നലെ വോട്ട് ചെയ്തില്ല. വോട്ട് ചെയ്യാൻ ഇവരെല്ലാം വോട്ട് ചെയ്ത് നാളെ ഇവർ നമ്മൾ വന്ന് കുത്താനല്ലേ. അതുകൊണ്ട് ആരും വോട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ 9 കൊല്ലം നമ്മൾ അൻപർ ഇവിടെ కొంచెం ആടിപ്പോയി. നാളെ ആരെയും ആടിപ്പോന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്ന് വരെ വോട്ട് ചെയ്തില്ല. അടുത്ത പഞ്ചായത്തിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട് 15-ാം വാർഡ് സ്വതന്ത്രനായിട്ട്. അന്നൊരു വോട്ടിയാണ് അതിൻ്റെ അഭിപ്രായം. ഇവിടെ 8 വർഷം ഇവിടെ പോലെ ഭരണം നടത്തിയിട്ട് ഇവിടെ ഇപ്പോൾ ഒരു പുരോഗമനമായിട്ട് നമുക്കൊന്നും കാണില്ല. കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഭൂതാനത്ത് കിടക്കണമെങ്കിൽ ഇവിടെ 3.5 കിലോമീറ്റർ പോകണം. ഇവിടെ പോത്തിൽ നിന്ന് കിടക്കുകയാണെങ്കിൽ അര കിലോമീറ്റർ മതി. ഇതുവരെ അതിനൊരു വികസനം, അതിനെ പറ്റിയൊരു അഭിപ്രായം പോലെ ഒന്നും നമ്മൾ കാണുന്നില്ല. എന്തേലും നാടിനൊരു ഗുണം വേണ്ടേ. ഇവിടെ ഇപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ ഇവിടെ ഈ പ്രളയം വന്നിട്ട് മനുഷ്യനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പോലും പറ്റാത്തൊരു ചുറ്റുപാടിൽ നിന്നിന്. അപ്പോഴൊന്നും ഇവിടെ ഈ പറയുന്ന പോലെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എപ്പോഴും അതിനെ പറ്റിയ തീരുമാനമില്ല. ഇവിടെ ഇപ്പം എങ്ങനെയാലും സുഖം തന്നെ ജയിക്കുള്ളൂ. സ്വരാജ് തന്നെ ഇവിടെ ജയിക്കും. അല്ലാതെ ആരും ഇവിടെ വരാൻ പോകുന്നില്ല. സ്വരാജ് തന്നെ ആയിരിക്കും. സ്വരാജ് ഇവിടെ ഈസിയിൽ ഒരു 6000 വോട്ടിനായിരിക്കും. നിലമ്പൂർ നമ്മളവിടെ സ്വരാജിന് എല്ലാ പിന്തുണയും ഇവിടെ ഉണ്ട്. നിലമ്പൂർ, ബൈക്കടവ്, കരളായി, പൂക്കോട്ടുംപാടം, പാതാറ്, പൂളപ്പാടം, മുണ്ടേരി, വെൺപേമ്പാടം, വെള്ളിമുറ്റം, പാതാറ്, അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ സ്വരാജിന് ഇവിടെ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മത്സരം കടുത്ത് നിൽക്കുകയാണ്. എന്നാലും സ്വരാജിനെക്കാളും നല്ല സൗഖ്യത്ത് തന്നെയാണ്. സ്വരാജ് ഇവിടെ ജന്മാണെന്ന് ഇവിടെ നിൽക്കണമെന്നില്ലല്ലോ. ഇവിടെ ഇല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കാണലൊന്നുമില്ല. ഇപ്പോൾ കട്ട മത്സരമായതുകൊണ്ട് രണ്ടുപേർക്കും ചാൻസാണ്. സ്വരാജ് ജയിക്കും. നമുക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ട് അവിടെ. എല്ലാവരും ടൈറ്റാ, നല്ല ടൈറ്റാ മത്സരം. സ്വരാജ് ഇങ്ങനെ കിട്ടുമെന്നറിയില്ല. UDF ആണ് ഇവിടെ ജയിക്കേണ്ടത്. എന്താ പറയാൻ പറ്റില്ല. കാരണം സ്വരാജ് ഇവിടെ അല്ലല്ലോ. സ്വരാജ് ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ ശരിക്കും അറിയുമെന്ന് സംശയമാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരല്ലേ. അയാൾ സ്വന്തമായിട്ട് ഇവിടെ ഓരോ അതേമാർക്ക് പോവും. എനിക്കറിയില്ല. എനിക്ക് ഇലക്ഷനെ പറ്റി യാതൊരു അഭിപ്രായമില്ല. ഞാൻ ഒരു പശു കർഷകനാണ്. അപ്പം കൂടുതലും അതിൻ്റെ പിന്നാലെ ഞാൻ പോകും. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ശക്തനായ സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ്. ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ആളാണ്. സ്വാഭാവികമായിട്ടും നല്ല അറിവുള്ള ആളാണ്, വായനശീലമുള്ള ആളാണ്, ജനങ്ങളായിട്ട് ബന്ധമുള്ള ആളാണ്. പിന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു എന്താ പറയുക, അടുത്ത തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ വരാനുള്ളൊരു
ഇതായിട്ടായിരിക്കും സ്വരാജ് ഇവിടെ ജയിക്കുക. ഇവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. തീർച്ചയായിട്ടും നിലമ്പൂർ സ്വരാജ് ജയിക്കും. എല്ലാ പഞ്ചായത്തു നിന്നും സ്വരാജിന് ഭൂരിപക്ഷം ഉണ്ടാവും. ഉറപ്പായിട്ട് ജയിക്കും, ഒരു സംശയമില്ല. മറ്റേ രണ്ട് പാർട്ടിക്കാരും നോക്കും, എല്ലാം നോക്കും, ജയിക്കും എന്നാണ് ഒരു പ്രതീക്ഷ. സ്വരാജേട്ടൻ ജന്മനാടും മനുഷ്യൻ്റെ സ്വഭാവവും അയാളുടെ ഗുഡ്വില്ലും വ്യത്യാസമുണ്ടല്ലോ. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു പാരമ്പര്യമുള്ള ആളാണ്. ന്യൂ ജനറേഷൻ്റെ മാനസികാവസ്ഥ അറിയാം. പിന്നെ എപ്പോഴും ന്യൂ ജനറേഷന് വികസനം ആവശ്യമാണല്ലോ, ഭാവി ചിന്ത ഉണ്ടാവും. പിന്നെ ഇതിലൊരു വർഗീയതയോ ജാതീയതയോ ഇല്ല, പാരമ്പര്യമാണ്. ഞാൻ വളരെ കാലം അടുത്ത് ബന്ധമുള്ള ആളാണ്. അപ്പോൾ ആ നിലയ്ക്ക് വിജയസാധ്യത ഷൗക്കത്തിനാണ്.